മാർച്ച് തുടങ്ങിയതുകൊണ്ട് തന്നെ ഏകദേശം സ്പ്രിംഗ് സീസൺ അതിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഇതിലൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ സീസണിലെ എൻ്റെ ഫസ്റ്റ് ബ്ലൂം വിസിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ചെറി ബ്ലോസം. സോ ഇതെൻ്റെ വീടിൻ്റെ താഴെയുള്ള ഒരു പാർക്കാണ്, ഒരു ചർച്ചാണ്, എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു ഏരിയയാണ്. ഇപ്പോൾ പ്രതിമയെ കണ്ട ആളാരാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. മേ ബി പുള്ളീൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കാം ഇത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ പേര് വന്നിട്ട് ഏതൊരു ഫ്രഞ്ചിൽ എഴുതി കൂട്ടിയിരിക്കുന്ന ഒരു നെടുനീളം പേരാണ്. ഞാനും എൻ്റെ ഡുലിംഗോത്തത്തെയും കൂടെ ഇറക്കുന്ന അഭ്യാസത്തിന് അത്ര നെടുനീളം പേര് പ്രൊനൗൺസ് ചെയ്യാനുള്ള ഫ്രഞ്ചിൻ്റെ ഒരു ബുദ്ധിയും ബോധമൊന്നും എനിക്ക് വന്നിട്ടില്ല. പഠിക്കുന്ന അന്ന് ഐ ജസ്റ്റ് റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. സോ ഇതാണ് ആ ഒരു ഏരിയ. നല്ല തണുപ്പത്ത് ഞാനിങ്ങനെ ഇവിടെ വന്നിരിക്കും. അവിടെ ഇരുന്ന് സ്ഥലനിരീക്ഷണമാണ് ആദ്യത്തെ കഥ. ഇന്ന് രാവിലെ കിച്ചണിൻ്റെ ജനലിക്കൂടെ നോക്കിയപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ പൂക്കൾ പൂത്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ഫോണിൽ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ, ചെറി ബ്ലോസം ആണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് കാണാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ തൊട്ട് താഴത്തെ പാർക്കാണ്. ഇത് ഞാൻ ലാസ്റ്റ് ഇയർ കണ്ടുപിടിച്ചാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് സ്ഥലം അറിയാമായിരുന്നു. ഇനി ഇത് പൂത്തില്ലയോ എന്നറിയാനുള്ള ആകാംക്ഷയിൽ ക്ലാസ്സില്ലാതിരുന്നുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മൾ റെഡിയായി താഴത്തോട്ട് ഇറങ്ങി. തൊട്ടടുത്ത് ഒരു 5 മിനിറ്റ് പോലും ഇല്ല നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെന്നപ്പോഴാണ് കണ്ടത് അത് പൂത്തിരിക്കുന്നു. ഒരു മരമല്ല, നിറയെ മരം ആ കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. ഇതാണ് ഈ ചെറി ബ്ലോസത്തിൻ്റെ പൂക്കളെ. ഒരു ടൈപ്പ് മാത്രമല്ല, ചെറി ബ്ലോസം കുറേ ടൈപ്പിലുണ്ട് പൂക്കൾ. വേറെ സ്ഥലത്ത് കുറച്ചുകൂടെ കട്ടിയുള്ള ഇതളുകളിലുള്ളതുണ്ട്. അതിവിടെയല്ല, വേറൊരു സ്ഥലത്താണ്. ഇനി നെക്സ്റ്റ് ടൈം അടുത്ത പള്ളിയിൽ പോകുമ്പോൾ ഐ വിൽ ജസ്റ്റ് ട്രൈ ടു കവർ ദ പ്ലേസ്. സോ ഇതാണ് ആ ഒരു ഏരിയ. ആ വലിയ ബിൽഡിംഗ് കണ്ടില്ലേ, അത് ആക്ച്വലി ഒരു മെയിൻ റോഡിൻ്റെ ഇപ്പുറമാണേ. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഏതെങ്കിലുമൊക്കെ കുറ്റിയിലും മരത്തിലൊക്കെ ചാരി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പോയി എടുക്കുന്നത്. അതിൻ്റേതായ അപാകതകളുണ്ട്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. സോ ഈ ഒരു പാർക്ക് ഏരിയ സമ്മർ ടൈമിൽ എപ്പോഴും നല്ല ഫുള്ളായിരിക്കും. ഈ പുല്ലിൻ്റെ അകത്തോടൊക്കെ ആളുകളിരിക്കും. കുട്ടികളെയൊക്കെ കൊണ്ടുവരും, സൈക്കിൾ ഔട്ടും, നിറയെ വോക്കിന് വരും, പട്ടിക്കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കളിപ്പിക്കും. അങ്ങനെ നല്ലൊരു സ്ഥലമാണ് ഇത്. ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരു സ്ഥലം. ആ മേളിൽ കാണുന്നത് ഫുള്ള് ഇതേപോലെ ബിൽഡിങ്സ്, വീടുകളാണ് ആളുകൾ താമസിക്കുന്നത്. അതും മെയിൻ റോഡാണ്. സോ ഇതാണ് ഒരു ചെറിയൊരു കുളം പോലെ എന്തോ ഒരിത്. അത് മരങ്ങളിലെ ഇല മൊത്തം വീണിട്ട് ചീഞ്ഞ് കിടക്കുന്നതെന്ന് തോന്നുന്നു ആ വെള്ളത്തിൻ്റെ ഒരു സൈഡിൽ. ബട്ട് നല്ലവണ്ണം കാറ്റ് വീശുന്നുണ്ടായിട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവർ ഈ ബുഷസ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നല്ല നീറ്റായിട്ട് ഇപ്പോഴത് വെട്ടി നിർത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. സ്പ്രിങ് വരാറായല്ലോ. അവിടെ ഒരു ചേച്ചി വന്നിട്ട് ഒരു പട്ടിക്കുട്ടീനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ നാട്ടിൽ ആക്ച്വലി കുട്ടികളെക്കാളും കൂടുതൽ പട്ടിക്കുട്ടികളാണ്. എല്ലാവരുടെയും കൈക്കോടെ ഓരോന്നുണ്ട്. നമ്മളിങ്ങനെ പെറ്റ് ചെയ്യാൻ പോകാറൊന്നുമില്ല, പക്ഷെ അടിപൊളിയാണ്. ഇതാണ് ആ ചർച്ച്. ഇപ്പം നമ്മളൊരു കോമ്പൗണ്ട് ചുറ്റി വന്നേ, അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിലെത്തിയിരിക്കുന്നു. അതിനും ഒരു ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഈ ചർച്ചിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനം ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ പോയിട്ടില്ല. കാരണം അത് കാണുമ്പോൾ തന്നെ എനിക്കെന്തോ ഒരു ഭീകര ലുക്ക് പോലെ തോന്നി. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്ലോസ്ട്രോഫോബിക്കായ ആൾ പുറത്ത് വരാൻ തുടങ്ങുമ്പോൾ ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യാറില്ല. ഇവിടെ കുറേ ടൈപ്പ് ഓഫ് ചെടികളുണ്ട്. എനിക്കിവിടെ ഏറ്റവും രസമായിട്ട് തോന്നിയ കാര്യം, ഇവർ പർട്ടിക്കുലറായിട്ട് ഒരു ചെടിയിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സീഡ്സ് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നടുക, നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ. അപ്പോൾ ഒത്തിരി ടൈപ്പ് പൂച്ചെടികൾ ഒരുമിച്ച് വിടരും. സോ ഇതാണ് നമ്മുടെ വിടരാൻ നിൽക്കുന്ന ചെറി ബ്ലോസം. ഇതിൻ്റെ പിന്നിലൊരു വലിയ കഥയുണ്ട്. എനിക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എൻ്റെ ഏതെങ്കിലും വീഡിയോയിലൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാവേ. അപ്പോൾ ബൈ.